ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചിരിക്കുന്ന ഒരു എക്സാം ആയിരുന്നു ട്രേഡ്സ്മാൻ ഇൻസ്ട്രുമെൻറ്റ് ടെക്നോളജി. ഡയറക്റ്റ് റിക്വയർമെൻ്റ് ആണ്. കാറ്റഗറി നമ്പർ 886/2025 എന്ന് പറഞ്ഞ ഈ എക്സാമിൻ്റെ കൺഫർമേഷൻ ഡേറ്റും അതുപോലെ തന്നെ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. എക്സാം വരുന്നത് നവംബർ 18-ാം തീയതിയാണ്. ഏകദേശം ഒരു 2.5 മാസം കറക്റ്റേ ഉള്ളൂ നമുക്കിനി പഠിച്ചെടുക്കാനായിട്ട്. സോ ഇതെങ്ങനെ പഠിക്കുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. കാരണം ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ള നോട്ട്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. സോ ആ ഒരു നോട്ട് കിട്ടാനായിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ജസ്റ്റ് അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ തുച്ഛമായ റേറ്റിൽ നിങ്ങൾക്ക് ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് പഠിക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നേക്കുന്നത് ഓഗസ്റ്റ് മാസം 23-ാം തീയതി തൊട്ട് സെപ്റ്റംബർ 11-ാം തീയതി വരെ നമുക്കിതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കും. ഇതുവരെ ഈ എക്സാം കൺഫർമേഷൻ കൊടുക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ 11-ാം തീയതിക്കുള്ളിൽ തന്നെ കൺഫർമേഷൻ കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. സോ എക്സാം 2025 എക്സാമിൻ്റെ അപ്ലൈ ഡേറ്റ് വന്നിരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് 9719 പേരാണ് ടോട്ടൽ ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ കൺഫർമേഷൻ്റെ ഒരു ലിസ്റ്റ് വരുന്ന സമയത്ത് ഏകദേശം ഒരു 6500 7000 ആ രീതിയിൽ ചുരുങ്ങാൻ ചാൻസ് ഉണ്ട്. കാരണം സിലബസ് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ ഉള്ളൊരു സിലബസ് തന്നെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്. മുൻ വർഷങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു പുതിയതായിട്ട് വന്നേക്കുന്ന സിലബസാണിത്. 1ാമത്തെ മൊഡ്യൂളിൽ തന്നെ സേഫ്റ്റീസിനെ പറ്റിയും ബേസിസ് ഓഫ് ഫിറ്റിങ്സിനെ പറ്റിയും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടെക്നിക്കൽ സ്കൂളിലൊക്കെ ഫിറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തന്നെ ഉണ്ടല്ലോ വർക്ക്ഷോപ്പിൻ്റെ അകത്ത്. അപ്പോൾ ആ ഒരു കോഴ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ബേസിക്സ് ഓഫ് ഇലക്ട്രിസിറ്റീനെ പറ്റി ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. ബേസിക്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഇലക്ട്രിക്കലിൻ്റെ കുറേ പോർഷൻസ് ഇതിൻ്റെ അകത്ത് ഈ ഒരു മൊഡ്യൂളിൽ സെക്കൻഡ് മൊഡ്യൂളിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3ാമത്തെ മൊഡ്യൂളിന് നോക്കുന്ന സമയത്ത് സ്വിച്ചസിനെ പറ്റി കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു സ്വിച്ചസിനെ പറ്റി പഠിക്കുന്ന സമയത്ത് സ്വിച്ചസ്, അതുപോലെ തന്നെ സ്വിച്ചസിൻ്റെ ഫുൾ ഫോം, അതുപോലെ തന്നെ സ്വിച്ചസിൻ്റെ വർക്കിംഗ്, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെ പഠിക്കാനുണ്ട്. സോ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ അകത്തു നിന്നൊക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് സ്വിച്ചസിൽ ആപ്ലിക്കേഷൻ ലെവലിൽ വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നോട്ട്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഈ ഒരു സിലബസിൻ്റെ ഓരോ ടോപ്പിക്കിനെ പറ്റിയും പോയിൻറ്റ് വൈസ് പോയിൻ്റ് ആയിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ ആ നോട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം ഒന്ന് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് റാങ്ക്സും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. സോ ആ ഒരു ഒഫീഷ്യലായിട്ടുള്ള നമ്മുടെ ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ടോട്ടൽ 10 മൊഡ്യൂൾസാണ് ഉള്ളത്. ഓരോ മൊഡ്യൂൾസിൽ നിന്നും 10 മാർക്ക് വെച്ചാണ് അവർ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സബ് എഞ്ചിനീയർ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഏകദേശം ഒരു 60 to 70% നമ്മുടെ നോട്ടിലുള്ളതുപോലെ തന്നെയാണ് എക്സാമിന് ചോദിച്ചേക്കുന്നത്. പിന്നെ ഞാനന്ന് പറഞ്ഞായിരുന്നു ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന്. സോ ഈ തവണ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു നോട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഒരു 80 to 90 മാർക്ക് വരെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അതിൻ്റെ അകത്തുനിന്ന് അച്ചീവ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് അഡ്വാൻസ് ലെവലിലൊരു നോട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ പറയുവാണെങ്കിൽ ഇപ്പോൾ 4ാമത്തെ മൊഡ്യൂളിൽ റെസിസ്റ്റർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് എടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ റെസിസ്റ്ററിൻ്റെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിൻറ്റ്സ് നമ്മൾ ആ ഒരു നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടൈപ്സിനെ പറ്റി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറേ ഫാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ 4ാമത്തെ മൊഡ്യൂളിൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒപ്പാമിനെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ബേസ് ഓഫ് ഇലക്ട്രോണിക്സിനെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കമ്മ്യൂണിക്കേഷനെ പറ്റി പഠിക്കാനുണ്ട്. സോ ചുമ്മാ നമുക്ക് കവർ ചെയ്ത് പോയാൽ പോരാ, ഒരു അഡ്വാൻസ് ലെവലിൽ കവർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇതിൻ്റെ ഒരു സിലബസ് ഡീറ്റെയിൽ അനാലിസിസും കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം.